C++ലെ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ്, ഉദാഹരണം a++, ഇത് ഒരു പോസ്റ്റ്ഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. a ഇത് ഒരു പ്രിഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. a ഒരു പോസ്റ്റ്ഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. a ഒരു പ്രിഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ടൈപ്പ് കാസ്റ്റിംഗിനെ കുറിച്ചും പഠിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 11.10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടുവിലെ GCC G++ കമ്പൈലർ വെർഷൻ 4.6.1. ഓപ്പറേറ്റർ ഓപ്പറാൻഡിന്റെ നിലവിലുള്ള മൂല്യത്തോട് ഒന്ന് കൂട്ടുന്നു. a++ഉം aയും a=a+1ന് സമമാണ്. ഓപ്പറേറ്റർ ഓപ്പറാൻഡിന്റെ നിലവിലുള്ള മൂല്യത്തോട് ഒന്ന് കൂട്ടുന്നു. a ഉം aയും a=a-1ന് സമമാണ്. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർസിന്റെ ഉപയോഗം ഒരു C പ്രോഗ്രാമിന്റെ സഹായത്തോടെ വിശദീകരിക്കാം. പ്രോഗ്രാം നേരത്തെ എഴുതിയിട്ടുണ്ട്. കോഡ് വിശദീകരിക്കാം. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് ഇൻ Cയുടെ കോഡ് ഇതാണ്. ഇവിടെ a എന്ന ഇന്റിജർ വേരിയബിളിന് 1 നൽകുന്നു. aയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതുവഴി മനസ്സിലാക്കാം. ഓപ്പറേറ്റർസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പോസ്റ്റ്ഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 1 ആണ്. മൂല്യം മാറുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പോസ്റ്റ്ഫിക്സ് ഓപ്പറേഷൻ ഓപ്പറാൻഡിന്റെ മൂല്യം നിർണ്ണയിച്ചതിന് ശേഷം നടക്കുന്നു. a++ൽ ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അത് aയുടെ നിലവിലുള്ള മൂല്യത്തിൽ നടത്തുന്നു. എന്നിട്ട് aയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ aയുടെ മൂല്യത്തിൽ 1 വർദ്ധിച്ചിരിക്കുന്നു. വീണ്ടും aയുടെ മൂല്യം 1ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. പ്രിഫിക്സ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർസിലേക്ക് വരാം. ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് 2 പ്രിന്റ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രിഫിക്സ് ഓപ്പറേഷൻ ഓപ്പറാൻഡിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് മുൻപ് സംഭവിക്കുന്നു. അതിനാൽ aയുടെ മൂല്യത്തിൽ 1 വർദ്ധിപ്പിച്ച ശേഷം പ്രിന്റ് ചെയ്യുന്നു. മറ്റ് മാറ്റങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ aയുടെ മൂല്യം വീണ്ടും പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ വരികൾ കമന്റ് ചെയ്യുന്നു. /*/ ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. ഫയൽ incrdecr.c എന്ന് സേവ് ചെയ്തു. Ctrl+Alt+T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. കമ്പൈൽ ചെയ്യാൻ gcc സ്പേസ് incrdecr.c സ്പേസ് -o സ്പേസ് incr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാനായി /incr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു. a++ പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് ഇതാണ്. ഇത് ++ a പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട്. ഫലം നേരത്തെ പറഞ്ഞതുപോലെയാണെന്ന് കാണാം. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. പോസ്റ്റ്ഫിക്സ്, പ്രിഫിക്സ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് വിശദീകരിക്കാം. കമന്റുകൾ നീക്കം ചെയ്യുക. aക്ക് 1 എന്ന മൂല്യം വീണ്ടും നൽകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് 1 നൽകുന്നു. a ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആയതിനാൽ aയുടെ മൂല്യം നിർണ്ണയിക്കപ്പെട്ടതിന് ശേഷം അത് കുറയ്ക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് aയുടെ മൂല്യം 0 എന്ന് പ്രിന്റ് ചെയ്യുന്നു. aയുടെ മൂല്യത്തിൽ 1 കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രിഫിക്സ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ നോക്കാം. ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും.
എന്തെന്നാൽ ഇതൊരു പ്രിഫിക്സ് ഓപ്പറേഷനാണ്. ഓപ്പറാൻഡ് മൂല്യം നിർണ്ണയിക്കപ്പെടുന്നതിന് മുൻപ് പ്രിഫിക്സ് ഓപ്പറേഷൻ നടക്കുന്നു. ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് 0 ആണ്. aയുടെ മൂല്യത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. റിട്ടർൻ 0 ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ഇടുക. സേവ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. കമ്പൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് incrdecr.c സ്പേസ് -o സ്പേസ് incr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ /incr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. a പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട് ഇതാണ്. ഇത് a പ്രിന്റ് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട്. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസിലാക്കി ഇതേ പ്രോഗ്രാം C++ൽ എഴുതാം. മുകളിലത്തെ C കോഡിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. എഡിറ്ററിലേക്ക് തിരിച്ചു പോകാം. കോഡ് എഴുതിയിട്ടുള്ള C++ ഫയൽ ഇതാണ്. ഹെഡർ C ഫയൽ ഹെഡറിൽ നിന്നും വ്യത്യസ്തമാണ്. യൂസിങ് നെയിംസ്പേസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ C++ലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കൌട്ട്. ഇത്തരം വ്യത്യാസങ്ങൾ ഒഴിവാക്കിയാൽ രണ്ട് കോഡുകളും ഒരേപോലെയാണ്. ഫയൽ സേവ് ചെയ്യാം. .cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുന്നു. കോഡ് കമ്പൈൽ ചെയ്യട്ടെ. ടെർമിനൽ തുറന്ന് g സ്പേസ് incrdecr.cpp സ്പേസ് -o സ്പേസ് incr ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ /incr ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നു. ഇത് C പ്രോഗ്രാം ഔട്ട്പുട്ടിന് സമമാണെന്ന് കാണാം. അടുത്തതായി ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. Cയിലും C++ലും ഇത് ഒരേപോലെയാണ്. ഒരു ടൈപ്പിലുള്ള വേരിയബിളിനെ മറ്റൊരു ടൈപ്പിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നു. ടൈപ്പ് കാസ്റ്റിംഗിനായി നിങ്ങൾക്ക് വേണ്ട ഡേറ്റ ടൈപ്പ് പരാൻതീസിസിൽ ഉൾക്കൊള്ളിക്കുക. നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യേണ്ടുന്ന വേരിയബിളിന് മുന്നിൽ ഇത് വയ്ക്കുന്നു. ഒറ്റ ഓപ്പറേഷനിൽ മാത്രമേ ഈ ടൈപ്പ് കാസ്റ്റ് പ്രവർത്തിക്കുള്ളൂ. ഒറ്റ ഓപ്പറേഷന് വേണ്ടി a ഇപ്പോൾ ഫ്ലോട്ട് വേരിയബിളിനെ പോലെ പ്രവർത്തിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. കോഡ് വിശദീകരിക്കാം. വേരിയബിൾ a b ഇന്റിജർ ആയും c ഫ്ലോട്ട് ആയും ഡിക്ലെയർ ചെയ്യുന്നു. aക്ക് 5ഉം bക്ക് 2ഉം നൽകുന്നു. aയിലും bയിലും ഓപ്പറേഷൻസ് നടത്തുന്നു. നമ്മൾ aയെ b കൊണ്ട് ഹരിക്കുന്ന ഫലം cയിൽ സൂക്ഷിക്കുന്നു. ദശാംശത്തിന് ശേഷം രണ്ടക്കം കാണുന്നതിനായി %.2f ഉപയോഗിക്കുന്നു. ഇവിടെ ഫലം 2.50 ആയിരിക്കില്ല, പകരം 2 ആയിരിക്കും. aയും bയും ഇന്റിജേഴ്സ് ആയതിനാൽ ദശാംശത്തിന് ശേഷമുള്ള ഭാഗം ഒഴിവാക്കപ്പെട്ടു. റിയൽ ഹരണം നടക്കുന്നതിനായി ഒരു ഓപ്പറാൻഡ് ഫ്ലോട്ട് ആയി ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഇവിടെ a ഫ്ലോട്ട് ആയി ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ c റിയൽ ഹരണഫലം ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ റിയൽ ഹരണഫലമായ 2.50 കാണിക്കും. റിട്ടർൻ 0 ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ഇടുക. സേവ് ക്ലിക്ക് ചെയ്യാം. .c എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യാം. ഞാൻ ഫയൽ typecast.c എന്ന് സേവ് ചെയ്യുന്നു. ടെർമിനൽ തുറക്കാം. കമ്പൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് typecast.c സ്പേസ് -o സ്പേസ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ടിനായി .type ടൈപ്പ് ചെയ്യുക. എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്നു. ഈ മൂല്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടൈപ്പ് കാസ്റ്റിംഗിന്റെ ഉപയോഗം മനസ്സിലാകും. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർസ് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ പോസ്റ്റ്ഫിക്സ് പ്രിഫിക്സ് രൂപാന്തരങ്ങൾ, കൂടാതെ ടൈപ്പ് കാസ്റ്റിംഗും അതിന്റെ ഉപയോഗവും, ഒരു അസൈൻമെന്റ്. താഴെ പറയുന്ന എക്സ്പ്രഷന് വേണ്ടി പ്രോഗ്രാം എഴുതുക. a ഭാഗം b അധികം c ഭാഗം d. ABCDയുടെ മൂല്യങ്ങൾ യൂസർ ഇൻപുട്ടായി സ്വീകരിക്കുക.
റിയൽ ഹരണത്തിനായി ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org-ൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.